അതിന് ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് പോയി ഇത് ചെയ്യണോ, ഫയർഫോഴ്സിൽ മന്ത്രി ചെല്ലുവോ, പോലീസിൽ അടിക്കാൻ ചെല്ലുവോ എന്നൊക്കെ ചോദിക്കുന്ന വിദണ്ഡവാദങ്ങൾ ദയവായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പരിഹാസ്യമാകരുത്. ഡിപ്പാർട്ട്മെൻറ്റിനെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യണം. സർ, കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരായിപ്പോ? DHS ആരായിപ്പോ? കോഴിക്കോട് ജില്ലയിലെ DMO ആരായിപ്പോ? 4-5 ജില്ലകളിൽ DMO ഇല്ല. ഇത്രയും വലിയ ഒരു സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്യാൻ ചാർജുള്ളവരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അദ്ദേഹത്തിന് നിപ വൈറസിൻ്റെ റിസൾട്ട് കൊടുക്കാൻ താമസിച്ചു എന്ന കാരണത്താൽ തുരങ്കം വയ്ക്കുക, ഇങ്ങനെയാണ് പറഞ്ഞത്. തുരങ്കം വെക്കാൻ നിൽക്കുന്നവരെ ഞാൻ പുറത്താക്കി. നിങ്ങൾ പുറത്താക്കുക, അകത്താക്കുകയൊക്കെ ചെയ്യും, അത് സൗകര്യം വരുമ്പോൾ ചെയ്യും. അതല്ലാതെ ഇത്രയും പ്രധാനപ്പെട്ടൊരു സിറ്റുവേഷൻ സമയത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഈ മഴക്കാലത്തും വേറെ ഒരുപാട് രോഗങ്ങൾ, ഈ നിപ മാത്രമാണോ? ഷിഗല്ല, എലിപ്പനി, ഡെങ്കിപ്പനി, മറ്റു മാരകമായ അസുഖങ്ങൾ, ആവശ്യത്തിനുള്ള ഒരു പ്രിക്കോഷൻ എടുത്തിട്ടില്ല. കേരളത്തിലെ തദ്ദേശ ഡിപ്പാർട്ട്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കൂടുതലും UDFൻ്റെ പ്രവർത്തകരാണല്ലോ അതിൻ്റെ ഭാരവാഹികൾ. മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കണം, അത് നടന്നിട്ടില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം കൊടുത്ത് ആവേശം കൊടുത്ത്, എന്താ ശൈല ടീച്ചറുടെ പ്രത്യേകത, എന്താ വീണ ജോർജിൻ്റെ പ്രത്യേകത? അവർ സ്പോട്ടിൽ ചെന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് ആശ്വാസം പകർന്നു, അവർക്ക് ആത്മബലം പകർന്നു. അല്ലാതെ സർജറി നടത്തുക എന്നുള്ളതല്ലല്ലോ, ചികിത്സ നടത്തുക എന്നുള്ളതല്ലല്ലോ. മന്ത്രി തന്നെ വന്ന് നേതൃത്വം കൊടുക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വിജിലൻ്റ് ആവും. ഇതാണ് അവിടെ നടന്നത്.